Once again, welcome back to another episode of Travel with Sini, Roshan and Ajmal. അപ്പോൾ നമ്മൾ ഇന്ന് സറണ്ടേനോട് വിട പറയാൻ പോവാണ്. രാവിലെ സറണ്ടേ ജസ്റ്റ് ഒന്ന് ആ പ്രൊമനേഡൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഷമിലിലോട്ട് പോകും. അതിന് അവിടെ നിന്ന് വി ആർ ഗോയിങ് ബാക്ക് ടു ടിറാനയിൽ നിന്ന് നാളെ അജു തിരിച്ചു പോകും, ഞങ്ങൾ നാളെ കഴിഞ്ഞ് തിരിച്ചു പോകും. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. സോ ഇന്നൊരു ട്രാവലിംഗ് ഡേ ആയിരിക്കും മോസ്റ്റ്ലി. സോ യാ, നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഹേ അജു വരണ്ട നീ. അപ്പോൾ ഗൈസ്, പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. സോ നമ്മൾ നേരെ സറണ്ടയിലെ ബീച്ചിലോട്ട് പോവുകയാണ്. കുറച്ച് നേരം പാർക്കിങ്ങിന് വേണ്ടി ഇന്നലത്തെ അത്രയും അലയേണ്ടി വന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കേണ്ടി വന്നപ്പോഴത്തേനും നമുക്കൊരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടി. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. അതായത് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പ്രൊമനേഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ നമുക്ക് സ്കൂട്ടർ റെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കുറേ ഷോപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ടൈം വരുമ്പം നമുക്ക് സ്കൂട്ടർ റെൻറ്റ് ചെയ്തിട്ട് സറണ്ടേ ഒന്ന് കറങ്ങാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ സറണ്ടയുടെ പ്രൊമനേഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത് ഗൈസ്. എന്താണെന്നല്ലേ, വാഴ. കുറേ ഇങ്ങനെ വാഴകളൊക്കെ ഈ സൈഡിൽ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ വാഴ പോലെ കേട്ടോ. ഞാനിപ്പോൾ വാഴ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം നാട്ടിൽ നമ്മൾ യൂഷ്വലി കാണുന്ന സാധനമാണെങ്കിലും ഇവിടെ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം അല്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. സോ സറണ്ടേ പ്രൊമനേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സറണ്ടേ പ്രൊമനേഡ് അഥവാ സറഞ്ച എംബാങ്ക്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു കോസ്റ്റൽ വാക്ക് വേ ആണ്. അൽബേനിയയിലെ സറണ്ടേൻ്റെ ഹാർട്ട് ഓഫ് സറണ്ടയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ കോസ്റ്റൽ വാക്ക് വേ. ആൻഡ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എസ്പെഷ്യലി ഈവനിങ്. അതായത് ടൂറിസ്റ്റിന് മാത്രമല്ല അവിടെയുള്ള ലോക്കൽസിനും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. വൈകുന്നേരങ്ങൾ, അതായത് സായാഹ്നങ്ങൾ സന്തോഷകരമാക്കാൻ ആസ്വദിക്കാൻ ഒക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും, അതായത് ഈ നീല കളറിൽ ഉള്ള കടലിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളും ഷോപ്സും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും അതെല്ലാം. അതിൻ്റെ അപ്പുറ സൈഡിലാണെങ്കിൽ നല്ല ഗ്രീൻ കളറിലുള്ള കുറേ മലകളും ഒക്കെ ആയിട്ട്, എസ്പെഷ്യലി ഈ രാവിലെ നേരത്തെയും അതുപോലെ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വരുമ്പം ഈ സ്ഥലം കാണാൻ അടിപൊളിയാണ് കേട്ടോ. വെൽക്കം ടു സറാണ്ടേ. എന്നും വെൽക്കം ടു സറാണ്ടേ ആണ്. സറാണ്ടയിൽ വരുമ്പോൾ നമ്മൾ വെൽക്കം ടു സറാണ്ടേ എന്ന് കാണിക്കാം. സറണ്ടയിൽ നിന്നെങ്കിലും ഇന്നാണ് നമുക്ക് സറണ്ടേ ഒന്ന് കാണാൻ വരാൻ പറ്റിയത് കേട്ടോ. ആക്ച്വലി വന്ന ദിവസം നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ലേറ്റ് ആയിപ്പോയി. പിന്നെ ഇന്നലെ നമ്മൾ ജിറോകാസ്റ്ററും ബ്ലൂ ഐ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലേറ്റായി. ഈവനിങ് മാത്രം ജസ്റ്റ് ഒരു നൈറ്റ് നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് സറണ്ടേ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. എസ്പെഷ്യലി സമ്മറിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി തിരക്കും കുറച്ചുകൂടി വൈബും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇപ്പോൾ പല റെസ്റ്റോറൻറ്റ്സും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ലൈക്ക് ബീച്ച് ക്ലബ്സും കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആയി കഴിയുമ്പം ഈ പ്ലേസ് കുറച്ചുകൂടി ആക്റ്റീവ് ആവും. കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈവ് മ്യൂസിക്കും അതുപോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടാവും. ലൈക്ക് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളും വരയ്ക്കുന്ന ആളുകളും ഒക്കെ കുറേ ആളുകളുണ്ടാവും.
അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡ്രൈ സീസൺ ആയതുകൊണ്ട് നമുക്ക് അത്രയും പറ്റുന്നില്ല. ഓക്കെ, സോ സറണ്ടേ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്, പക്ഷേ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സോ 1990s ശേഷമാണ് സറണ്ടേ ഈ ഒരു ടൂറിസ്റ്റിൻ്റെ ഇടയിൽ പോപ്പുലറായി തുടങ്ങിയത് അൽബേനിയയിൽ. ഓക്കെ, വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം കേട്ടോ. 19th സെഞ്ച്വറിയിൽ, അതായത് ഓട്ടോമാൻ പീരീഡിൽ സറണ്ടേനെ വിശേഷിപ്പിച്ചിരുന്നത് സ്ലീപ്പിംഗ് ഫിഷി വില്ലേജ് എന്നാണ്. അതെന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? സ്ലീപ്പി ഫിഷിംഗ് വില്ലേജ് വിത്ത് റൂയിൻസ് എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ആ സാധനങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. എനിക്ക് തോന്നുന്നു സാധാരണ ഈ കോസ്റ്റൽ ഏരിയസിലൊക്കെ അത് അവരുടെ ഒരു മെയിൻ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു മെയിൻ പോർട്ടായിരിക്കും, ഒരു വാണിജ്യ കേന്ദ്രമായിരിക്കും അല്ലേ, കച്ചവടത്തിനൊക്കെ പറ്റിയിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് ഇവരതിനെ വേണ്ടത്ര രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഈ പ്രൊമനേഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നടന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഇഷ്ടം പോലെ ഇതിൻ്റെ സൈഡിൽ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് മാക്സിമം റൂം എടുക്കാനായിട്ട് നോക്കണം, അതായത് ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഒരു രസമാണല്ലോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എൻജോയ് ചെയ്യുക. ഈ ഒരു വ്യൂവിൽ നമ്മൾ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെഷ്യലായിരിക്കും എന്ന് തോന്നി. പിന്നെ ഇവിടെ ഒരു ഫെറി ടെർമിനലൊക്കെ ഉണ്ട് കേട്ടോ കൊർഫുവിലോട്ട്. അതായത് കൊർഫു എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു ഐലൻഡാണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഫെറി വഴി പോകാനും വരാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ നമുക്ക് വിസ വേണം, ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, ഷെങ്കൻ വിസ വേണം. അൽബേനിയയിലേക്ക് നമ്മളിപ്പോൾ റെസിഡൻസ് പെർമിറ്റ് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ ഗ്രീസിലോട്ട് പോകുമ്പോൾ ഗ്രീസിൻ്റെ വിസ റിക്വയർമെൻറ്റ് ഷെങ്കൻ വിസ വേണമെന്നാണ്. സോ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അൽബേനിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 40 minutes 1 hour എങ്ങാണ്ടേ ഉള്ളൂ ഇവിടെ നിന്ന് കൊർഫു ഐലൻഡിലോട്ട് പോകാനായിട്ട്. സോ അങ്ങനെയും നമുക്ക് പ്ലാൻ ചെയ്ത് വരാവുന്നതാണ് കേട്ടോ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ. അങ്ങനെ മനസ്സോടെ നമ്മൾ സറണ്ടേനോട് വിട പറയാൻ പോവുകയാണ് ഗൈസ്. ആക്ച്വലി സറണ്ടേയിൽ മാത്രം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു 4 to 5 days വേണം, എങ്കിലേ നമുക്ക് ആ ഒരു ബീച്ച് വൈബൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്. സോ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ചുള്ള പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. കഴിച്ചു ഞങ്ങൾ മേടിച്ച ചീസ് എനിക്ക് ലൈക്ക്. സോ ഇതാണ് ഞങ്ങളുടെ ചീസിൻ്റെ സാധനം. ബട്ട് എനിക്കും അജുവിനും ഭയങ്കര ഇഷ്ടമായി. കയറി വരില്ലേ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പോവാന്നാ നെക്സ്റ്റ് നമ്മൾ അജിനൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ചായ കുടിക്കുന്നത് അവൻ പറഞ്ഞത്. അവിടെ ചെന്നിട്ട് അവർക്ക് ടീ എന്ന് കുറെ പ്രശ്നം മനസ്സിലായില്ല. അവസാനം ചായ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. പക്ഷെ അവരെടുത്ത് തന്നത് ചായപ്പൊടിയായിരുന്നെന്ന് മാത്രം കേട്ടോ. അവിടെ എക്സ്പ്രസ്സോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നേരെ ഷമലിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ ഒരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഓ എന്താ അതിൻ്റെ കളറ് അല്ല ഷാമിലിന്ന് ഒറ്റ വിടലല്ലേ, വണ്ടി ലോക്ക് ചെയ്താ? അഗൈൻ ഒരു സ്റ്റോപ്പ് ഷാമിൽ എത്തുന്നതിന് മുമ്പ്. ബ്യൂട്ടിഫുൾ. വെൽക്കം ടു ഷാമിൽ. സോ അഗെയിൻ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെയും എല്ലാം ക്ലോസ്ഡ് തന്നെയാണ്. സറണ്ടയിലെയും വെച്ച് ഇവിടെ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി ആളുകളും കാര്യങ്ങളും എല്ലാം കുറവാണെങ്കിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സമ്മറിൽ ഇവിടെ വന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ബീച്ച് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഐ തിങ്ക് ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു ബീച്ച് ക്ലബ്ബ് ഉണ്ട്, 1 അല്ല 2 or 3 ബീച്ച് ക്ലബ്ബുകളുണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ സൺബാത്തിനൊക്കെ വേണ്ടി പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. ബട്ട് ഇപ്പോൾ ഒന്നും ഇല്ല, എല്ലാം ക്ലോസ് ആണ് കേട്ടോ. നമ്മളിവിടെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ബോട്ടിൽ ഒരാൾ വന്നു. അവരെ ബോട്ടിൽ നമ്മൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ പറഞ്ഞു ഇല്ല, നമുക്ക് എല്ലാവർക്കും ബോട്ടിൽ ആളുകളാണ്. मर जावान
na 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 ya mahasiya na 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 la 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 na 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 ആ അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഷമിൽ? പൊളിയല്ലേ? സോ ഈ കണ്ടത് മാത്രമല്ല ഷമിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനും ഫീൽ ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസും ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ശരിക്കും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഷമിൽ. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് റോങ് ടൈമാണ്. അതായത് ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവായതുകൊണ്ട് തന്നെ കടകളും ഷോപ്സും രണ്ടും ഒന്നാണല്ലോ, കടകളും അതുപോലെ ഈ ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളും എല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ടൂറിസ്റ്റ് വരുമ്പോൾ, അതായത് സമ്മർ സീസണിലായിരിക്കും ഇവരിതെല്ലാം റിനോവേറ്റ് ചെയ്ത് റീ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ സറണ്ടേ എന്ന് ഷമിലിലോട്ട് വന്നപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ് എടുത്തത്. സോ അതേപോലെ നമുക്ക് തിരിച്ചു പോകുമ്പോഴും സറണ്ടയിൽ പോയിട്ട് തന്നെ വേണം നമുക്ക് ടിറാനയിലോട്ട് പോകാനായിട്ട്. അല്ലാതെ ഷമിലിന് നമുക്ക് ഡയറക്റ്റ് ടിറാനയിലോട്ട് പോകാൻ പറ്റില്ല. സോ ടോട്ടൽ ഷമിലിന് നമുക്ക് ടിറാന എത്താനായിട്ട് 4 hours ആണ് നമുക്ക് കാണിച്ചിരുന്നത് കേട്ടോ. ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡൊന്നും ആയിരുന്നില്ല, സ്മൂത്ത് ആയിരുന്നു, ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 4 hours തന്നെ നമ്മൾ ടിറാനയിൽ നമുക്ക് എത്താനായിട്ട് പറ്റിയായിരുന്നു കേട്ടോ. സോ പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര വീഡിയോ എടുത്താലും മതിയാവുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതൊക്കെ റോഷൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറി ഉറങ്ങി. ഇനി പ്രത്യേകിച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും കാണാനും പറയാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറിയതും തന്നെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. ഞാൻ 2 മണിക്കൂർ സുഖമായി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എണീറ്റത് കേട്ടോ. സോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ എനിക്ക് ഐസ്ക്രീം വേണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റോഷൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നില്ല. പോകുമ്പോഴത്തേന് ഫ്രണ്ടിൽ ആരാ വരാൻ നിൽക്കുന്നതെന്ന് നോക്കിക്കേ, മഴ. ആക്ച്വലി ഈ ഒരു സീനറിയൊക്കെ ലൈക്ക് വിൻ്ററിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലകളിലൊക്കെ മേ ബി ചിലപ്പോൾ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്വിറ്റ്സിലൊക്കെ കാണുന്ന ആൽപ്സിൻ്റെയൊക്കെ ഒരു ഫീൽ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സറണ്ടേന്ന് ടിറാനയിലോട്ട് പോകുന്ന വഴി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നദികളും നദിൻ്റെ സൈഡിൽ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനും അവരുടെ വസ്ത്രരീതിയും അവരിടയിൽ കഴിക്കുന്ന ഫുഡും പിന്നെ അതുപോലെ ഒരു മലയുടെ മേളിൽ ഒരു കുഞ്ഞു വീട്, ആ കുഞ്ഞു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരു മുഴുവൻ ആടാണെന്ന് തോന്നുന്നു ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതും അതിൻ്റെ സൈഡിൽ അവരിങ്ങനെ കോഫി കുടിച്ചിരുന്ന് അവരുടെ ഈവനിങ് എൻജോയ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് കാണാനായിട്ട് പറ്റി. അവരാ ചെയ്യുന്നതിൻ്റെ ഇപ്പം ഞാൻ ഈ കഥ പറയുന്നത് പോലെ തന്നെ അവരാ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പുറകിൽ അവർക്കും ഓരോ കാര്യങ്ങളും കഥകളും അവരവിടെ എത്തിയ ഒരു സിറ്റുവേഷനൊക്കെ പറയാനായിട്ടുണ്ടാവില്ലേ. സോ ഞാൻ ഭയങ്കര ഒരു സന്തോഷ് ജോർജ് കുളങ്ങര ഫാനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം സഞ്ചാരം ആയിക്കോട്ടെ, ഒരു സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എപ്പോഴും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു ട്രാവലർ എന്ന് എനിക്ക് എന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊന്നും ഞാനിവിടെ എത്തിയിട്ടില്ല. ട്രാവലർ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, അത്രേ എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും അദ്ദേഹം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ ആ സിറ്റി അല്ലാതെ സിറ്റിയിൽ നിന്ന് അവരുടെ ഉൾനാടുകളിലോട്ട് പോകണം, എങ്കിലാണ് അവിടെയുള്ള ആളുകളുടെ ജീവിതം എന്താണെന്നും അവരുടെ ഡെയിലി ലൈഫ്, അതായത് ദിനചര്യകൾ എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നതെന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഉൾനാടുകളിലൂടെ പോകണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്.
അതുകൂടാതെ നമ്മൾ ബസ്സിനൊക്കെ പോകുന്നതിന് പകരം നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഈ നാട്ടിൻപുറങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബസ്സോ കാറോ പോകുന്ന റൂട്ടുകളിലൂടെ അല്ല ട്രെയിൻ പോകുന്നത്, കുറച്ച് ഉൾനാടുകളിലൂടെയാണ് അല്ലേ. സോ അതുകൊണ്ടാണ് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഈ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നതെന്ന് പറയണത് കേട്ടോ. സോ ഞങ്ങൾ പാരീസിൽ പോയപ്പോൾ, അതായത് ഫ്രാൻസിൽ പോയിട്ട് ഞങ്ങൾ പാരീസ് മാത്രമാണ് പോയത്. സോ നമ്മൾ ഫ്രാൻസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ. ഫ്രാൻസ് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഫ്രാൻസിൻ്റെ ഉൾനാടുകളിൽ പോകണം. ഫ്രാൻസിൽ പാരീസ് മാത്രം കണ്ടതുകൊണ്ട് ഫ്രാൻസ് കണ്ടു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് പല സ്ഥലങ്ങളും, പല രാജ്യങ്ങളിലും നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ ക്യാപിറ്റൽ മാത്രം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. അതല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രി സൈഡിൽ കാണാനുണ്ട് കേട്ടോ. സോ പറഞ്ഞതേ നമ്മളിപ്പോൾ ടിറാനയിലെത്തി. സോ ടിറാനയിലെ നമ്മുടെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. സോ നമ്മൾക്ക് ഒരു കിച്ചൺ ഉണ്ട് ഇവിടെ. കിച്ചൺ, ഒരു ലിവിങ് റൂം, അതുകൂടാതെ കതകില്ലാത്ത ഒരു റൂം, കതകുള്ള ഒരു റൂം, പിന്നെ ഒരു ടോയ്ലറ്റ്, അത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. ആൻഡ് അജുവിൻ്റെ റൂമാണ് ഈ റൂം കേട്ടോ. അജുവിന് കതകില്ലാത്ത റൂമാണ് അജു ചൂസ് ചെയ്തത്. അജുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ 2 ബെഡുണ്ട് അവിടെ ഗൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ഇതാണ് നമ്മുടെ ഇന്നത്തേക്കുള്ള ലഞ്ച് കേട്ടോ. സോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ്, അതായത് ചോറും അതുപോലെ മീൻ പൊരിച്ചതും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. അതിനുശേഷം മുട്ട കൊണ്ട് ശശുക്കയാണോ എന്നറിയില്ല, എന്തോ ഒരു സാധനം ഉണ്ടാക്കി. ഇന്നലത്തെ ഫുഡായതുകൊണ്ട് കഴിക്കാൻ അജുവിന് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതിന് യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് അവനും ഹാപ്പി ആയിട്ട് കഴിച്ചു. നമുക്കിനി കാറ് തിരിച്ചു കൊടുക്കാൻ പോകണം. കാറ് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കാറിനെ ഒന്ന് കഴുകി സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടി നമ്മളിതേ ഒരു കാർ വാഷിൽ വന്നതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പം അവർ 8 യൂറോസ് പറഞ്ഞു. അത് കൂടാതെ 2 hours വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇയാൾ 6 പൗണ്ട്സോ 6 യൂറോസിനോ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാർ വാഷ് ചെയ്ത് കിട്ടി. നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് അവിടെ ആയതുകൊണ്ട് അജുദേ എല്ലാവരെയും വിളിച്ചിട്ട് വെറുതെ ഇരുന്നിട്ട്, ഇഷ്ടം ഉണ്ടായിട്ടാണോ ഇഷ്ടമില്ലാതെയാണോ എന്നറിയത്തില്ല, എല്ലാവർക്കും ഈദ് മുബാറക്ക് അയക്കുന്നുണ്ട്. അപ്പത്തിന് ദേ നമ്മുടെ കാർ ഇവിടെ സുന്ദര കുട്ടപ്പനാക്കി അയക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് അവർ സൂപ്പറാക്കി തന്നിട്ടുണ്ട്. സോ ഇനി നേരെ നമുക്ക് കാറ് കൊണ്ട് തിരിച്ചു കൊടുക്കാം ഗൈസ്. ആക്ച്വലി നമുക്ക് കാറ് നാളെ 12 മണിക്ക് തിരിച്ചു കൊടുത്താൽ മതി, അത്രയും നമുക്ക് സമയമുണ്ട്. പക്ഷേ അജു നാളെ രാവിലെ തിരിച്ചു പോവാണ്. അവന് 10:55 അവന് തിരിച്ച് ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റ്. സോ നമ്മൊരു 7:45 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എയർപോർട്ടിലോട്ട് എത്തണം. സോ അത്രയും നേരത്തെ അവിടെ എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങണം. സോ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ ഔട്ട് ഓഫ് അവേഴ്സിലായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരിക. അതായത് 9 o'clock മുതൽ ഇവർ കാറ് റിട്ടേൺ എടുക്കുന്നുള്ളൂ. റിട്ടേൺ ആണെങ്കിലും അതല്ലെങ്കിലും 9 to 8 or 8 to 8 എങ്ങാണ്ടാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. സോ ആ ഒരു സമയത്തല്ല നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ 30 യൂറോസോ 40 യൂറോസോ നമ്മൾ പേ ചെയ്യണം. അതായത് നമ്മൾ ആകെ കാറിന് പേ ചെയ്തിരിക്കുന്നത് 40 pounds എങ്ങാണ്ടാണ്. പക്ഷേ നമ്മൾ ഔട്ട് ഓഫ് അവേഴ്സിലാണ് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് അവേഴ്സിലാണ് നമുക്ക് കാർ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മാത്രം എക്സ്ട്രാ 30 to 40 യൂറോസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ എന്തിനാണ് അങ്ങനെ വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത്? ആ കാശ് ഉണ്ടെങ്കിൽ ഇന്ന് അതുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ടാക്സിക്ക് കൊടുക്കാനുള്ള കാശ് നമുക്ക് കിട്ടില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് തന്നെ കാറ് തിരിച്ചു കൊടുക്കണം കേട്ടോ. സോ കാറ് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നമുക്ക് എത്രയാണോ പെട്രോൾ തന്നത്, പെട്രോൾ ടാങ്കിൽ എത്ര പെട്രോൾ ഉണ്ടായിരുന്നോ അത്രയും തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. സോ നമ്മൾ ഉദ്ദേശിച്ച പെട്രോൾ അവർ തന്ന അത്രയും ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോയത്. പക്ഷേ തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അല്ല, ഒരു 5 liters കുറവുണ്ട് എന്ന് പറഞ്ഞു. അതിന് മെയിൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്നതിൽ ചെറുതായിട്ട് നമുക്കൊരു വഴി തെറ്റിപ്പോയി. സോ ഒരു എക്സിറ്റ് എടുക്കാൻ വിട്ടതുകൊണ്ട് ഒരു 20 minutes നമ്മൾ കൂടുതൽ ഓടേണ്ടി വന്നു കേട്ടോ. സോ അതുകൊണ്ടും കൂടി ആയിരിക്കും നമ്മൾ ആ ഒരു പെട്രോൾ വീണ്ടും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. സോ അവർ പറഞ്ഞു നിങ്ങൾക്ക് നാളെ വരെ സമയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വരാം, അതല്ലെങ്കിൽ ഞങ്ങൾ അടിക്കാം. പക്ഷെ ഞങ്ങൾ അടിക്കുകയാണെങ്കിൽ 5 ലിറ്റർ പെട്രോളിൻ്റെ കാശും പ്ലസ് 20% ടാക്സും, അതുകൂടാതെ 20 യൂറോസ് അവരുടെ ഫീസും. മനസ്സിലായോ? അതായത് 5 ലിറ്റർ പെട്രോൾ അടിക്കാൻ 30-40 പൗണ്ടോളം അതിന് വേറെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ അവർ നമ്മൾ റിട്ടേൺ കൊടുത്ത സമയത്ത് അവർ വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. രാവിലെ നമ്മൾ സറണ്ടയിൽ പാർക്ക് ചെയ്ത കാര്യം ഓർക്കുന്നില്ലേ? സറണ്ടയിൽ നിന്നാണ് ടിക്കറ്റ് വന്നേക്കുന്നത്. 1000 ലേക്ക് എന്ന് പറയുമ്പോൾ അറൗണ്ട് 10 pounds, ഒരു 1000 രൂപയോളം വരും. ഓക്കെ, അപ്പോൾ 1000 രൂപയോളം അടയ്ക്കുകയാണെങ്കിൽ അതും അവർ തന്നെ അടയ്ക്കണം. അത് അവരടയ്ക്കുകയാണെങ്കിൽ 1000 ലേക്ക് അതിന് 20% പ്ലസ് 20 യൂറോസ്, അതിനും 30 യൂറോസ് നമ്മൾ കൊടുക്കണം എന്നവർ പറഞ്ഞു. അതിന് വേറൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു. അതെന്താണ് ഞാൻ വഴി പറഞ്ഞുതരാം കേട്ടോ.
അങ്ങനെ നമ്മൾ കാറൊക്കെ റിട്ടേൺ ചെയ്തു. നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ അടുത്തായിട്ട് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ അങ്ങോട്ടാണ് നമ്മൾ വന്നത്. സോഫ്ര എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സോ ഇതൊക്കെയാണ് മെയിൻ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വെയിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഞാനൊരു ലാം ചോപ്സ് ആണ് ഓർഡർ ചെയ്തത്. റോഷൻ ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റേക്കാണ്. അതുകൂടാതെ അജു ചിക്കൻ്റെ എന്തോ സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ഐറാനും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. ഞങ്ങൾ തളർന്നു പോയി, ക്ഷീണിച്ച് പോയതുകൊണ്ട് കുറച്ച് സംഭാരം ആവാമെന്ന് വിചാരിച്ചു. ഫുഡ് വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരുടെ ഫുഡും അടിപൊളിയായിരുന്നു. റോഷൻ്റെ ഫുഡ് മാത്രം കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. സ്റ്റേക്കൊക്കെ ഭയങ്കര തിന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഡെസേർട്ട് ഷോപ്പിൽ കയറി. ഞാനൊരു ടിറാമിസു വാങ്ങിച്ചു ആൻഡ് അജു കുറച്ച് മാക്രോൺസ് വാങ്ങിച്ചു. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറച്ച് മാക്രോൺസ് വാങ്ങിച്ചു. നമ്മൾ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. നാളെയാണ് നമ്മുടെ അൽബേനിയയിലെ ലാസ്റ്റ് ഡേ. സോ സീ യു. ബൈ ബൈ.